നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ ഫോൺ നമ്മളറിയാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിൽ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ വീട്ടിലെ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സാധനത്തിൻ്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് പരസ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഗൂഗിളിൽ കുറച്ച് സെറ്റിങ്സ് ഓൺ ചെയ്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളും രഹസ്യങ്ങളും എല്ലാം ഫോണിൽ ശേഖരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ 3 സെറ്റിങ്സ് ഡിസേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതായത് ഈ 3 സെറ്റിങ്സ് ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ ബാറ്ററി ലൈഫും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതാണ് ആ 3 സെറ്റിങ്സ് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ ഫോണിലേക്ക് പോയതിന് ശേഷം സെർച്ച് ബാറിൽ സെറ്റിങ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ ഇവിടെ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് 2-3 സെക്കൻഡ് എടുക്കും ഓപ്പൺ ആയി വരാൻ. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആദ്യം റെക്കമെൻഡഡ് ആൻഡ് ഓൾ സർവീസസ് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ഓൾ സർവീസസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ പേഴ്സണലൈസ് യൂസിങ് ഷെയർഡ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഈ സെറ്റിങ്സ് നമ്മളുടെ ഫോണിൽ എനേബിൾ ആയി കിടക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ഡാറ്റ ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നതും അതേപോലെ തന്നെ നമ്മൾ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്നതും. അപ്പോൾ നമുക്കിതെല്ലാം ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബാറ്ററി പെർഫോമൻസ് ഇൻക്രീസ് ആവുകയും അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് രണ്ടാമത്തെ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും രണ്ടാമതായി യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്ന ഭാഗം വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഹെൽപ്പ് ആൻഡ് ഇംപ്രൂവ് ആൻഡ്രോയിഡ് ഡിവൈസ് എക്സ്പീരിയൻസ് ഓട്ടോമാറ്റിക്കലി സെൻഡിങ് ഡയഗ്നോസ്റ്റിക്സ് ഡിവൈസ് ആൻഡ് ആപ്ലിക്കേഷൻ യൂസേജ് ഡാറ്റ ടു ഗൂഗിൾ. ഇങ്ങനെ ഇത് ഓണായി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഫോൺ ഉപയോഗിക്കുന്നത്, നമ്മൾ ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഗൂഗിളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് സെൻഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് സെൻഡ് ആവുകയില്ല. അടുത്തായി നമുക്ക് മൂന്നാമത്തെ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സെർച്ച് ബാറിൽ പോയതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ വീണ്ടും ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കുറച്ച് താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ സെറ്റിങ്സ് ഉള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഓൾ സർവീസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ആഡ്സ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആഡ് പ്രൈവസി എന്നുള്ളൊരു പുതിയൊരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റീസെറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ കൺഫേം കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഡെലിറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡെലിറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് കൊടുക്കുക. ഈ 3 സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ഫോണിൽ നിന്നും നമ്മളുടെ മൈക്രോഫോൺ ഉപയോഗിച്ച് ഗൂഗിൾ നമ്മളുടെ ഡാറ്റകൾ കൊണ്ടുപോവുകയില്ല. നമ്മൾ ഏതെങ്കിലും രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൂഗിൾ കേൾക്കുകയുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ബൈ, താങ്ക് യു.